പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയിൽ പൂർണ്ണമായും പരിഹാരമായില്ല. റിപ്പോർട്ടർ വാർത്തയ്ക്കു പിന്നാലെ പകുതി ജീവനക്കാർക്ക് ശമ്പളം നൽകിയെങ്കിലും ബാക്കിയുള്ളവർക്ക് ശമ്പളം നൽകാൻ പണമില്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിചിത്ര മറുപടി. സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ഫണ്ട് ലഭിച്ചാലേ ശമ്പളം നൽകാനാകൂ എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം. അഷ്കറിലേക്ക് വരുമ്പോഴുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, ഗുഡ് മോർണിംഗ് അഷ്കർ. നമ്മളുടെ വാർത്ത പാതി മനുഷ്യർക്ക് ആശ്വാസമായി, പക്ഷേ ഇപ്പോഴും പാതി മനുഷ്യർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് ഈ വിവേചനം? അരുൺ, മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് അവിടെ താൽക്കാലിക ജീവനക്കാരായി 450ഓളം ജീവനക്കാരുണ്ട്. അതിൽ 220ഓളം ജീവനക്കാർ ആശുപത്രി വികസന സമിതി അഥവാ HDS കീഴിലാണ് വരുന്നത്. ബാക്കി 220ഓളം ജീവനക്കാർ വരുന്നത് കാസ്പിന്റെ കീഴിലാണ്, ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിലാണ്. അപ്പോൾ HDS കീഴിൽ വരുന്ന ജീവനക്കാർക്കുള്ള ശമ്പളമാണ് ഇപ്പോൾ 2 മാസത്തെ ശമ്പളം പെൻഡിംഗ് ഉണ്ടായതിൽ 1 മാസത്തെ ശമ്പളം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ കാസ്പിന് കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകണമെങ്കിൽ സർക്കാർ വലിയൊരു തുക മെഡിക്കൽ കോളേജിന് നൽകാനുണ്ട്. അത് നൽകിയാൽ മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് മെഡിക്കൽ കോളേജ് പറയുന്നത്. അഥവാ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 38 കോടിയോളം രൂപയാണ് സർക്കാർ മഞ്ചേരി മെഡിക്കൽ കോളേജിന് നൽകാനുള്ളത്. ഈ തുക ലഭിച്ചാൽ മാത്രമേ അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള കാസ്പിന് കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയൂ എന്നൊരു നിലപാട് മെഡിക്കൽ കോളേജ് സ്വീകരിച്ചിരിക്കുന്നു. അതല്ലാതെ ശമ്പളം നൽകാൻ മെഡിക്കൽ കോളേജിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള വിചിത്ര മറുപടിയാണ് മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ നമുക്ക് നൽകുന്ന മറുപടി. നമ്മൾ പല വിധത്തിൽ ചോദിച്ചു. അവരുടെ ജീവിത പ്രതിസന്ധി, നിത്യച്ചെലവിന് പോലും വകയില്ലാതെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ശുചീകരണ തൊഴിലാളികളും സെക്യൂരിറ്റി ഗാർഡുകളും അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സുകളും ഉൾപ്പെടെയുള്ള ലാബ് ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ്. അവർക്ക് ജോലിക്ക് വരാൻ പോലും മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങേണ്ട അത്ര ദയനീയ സാഹചര്യത്തിലുള്ള മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ശമ്പളം നൽകാനാണ് ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ള ഒരു വിചിത്ര മറുപടി വിശദീകരണമായി മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ഇനി പരിഹാരമായി അവർ പറയുന്നത് 38 കോടി രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് ഈ കാസ്പിൻ ഇനത്തിൽ. അതിൽ ഒരു വിഹിതമെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഈ ജീവനക്കാർക്ക് പണം നൽകാൻ കഴിയുള്ളൂ. നിലവിൽ ആശുപത്രിക്ക് ലഭിക്കുന്ന വരുമാനം, അവിടെ എത്തുന്ന രോഗികളിൽ നിന്ന് ലഭിക്കുന്ന ഫീസും മറ്റു വരുമാനങ്ങളുമാണ്. അതുകൊണ്ട് മാത്രം മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ള സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് സർക്കാർ കനിഞ്ഞാൽ മാത്രമേ ശമ്പളം നൽകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ശമ്പളം നൽകാതെ തന്നെ ജീവനക്കാർ പണിയെടുക്കട്ടെ എന്നൊരു നിലപാടാണ് മെഡിക്കൽ കോളേജിനുള്ളത്. അരുൺ, താങ്ക് യു. ഇപ്പോൾ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പാതി ജീവനക്കാർക്ക് മാത്രമാണ് ശമ്പളം കിട്ടിയത്. അതിന്റെ കാരണവും ഇപ്പോൾ അഷ്കർ വിശദീകരിച്ചു.